ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് പറയുന്നത് കേട്ടോ. 2 ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുൾഭാഗം ചെത്തിയിട്ട് എല്ലാ ഭാഗത്തും 4 ഭാഗത്തും ഒന്ന് വരഞ്ഞു കൊടുത്താൽ അതിൻ്റെ തോലൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഒരു കാമ്പും തോലിൽ നിൽക്കില്ല, നീറ്റായിട്ട് കിട്ടും. ഇനി അത് ഒരു പാത്രത്തിലേക്ക് മുറിച്ചിടുക. ഇത് മിക്സിയിൽ അടിക്കാനുള്ളതാണ്, അതുകൊണ്ട് ചെറുതായിട്ട് മുറുക്കൊന്നും വേണ്ട. അങ്ങനെ 2 ഡ്രാഗൺ ഫ്രൂട്ടും മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 5-6 സ്പൂണ് ചേർത്തിട്ടുള്ളൂ. പഞ്ചസാര നല്ലോണം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. രണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് ഞാൻ 2 കവർ പാലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടിയായ പാലാണ്. പിന്നെ അതൊന്ന് ലൂസാക്കി വെള്ളത്തിലിട്ടിട്ട്, എന്നാലും കട്ട ഫുള്ളൊന്നും ഉടഞ്ഞിട്ടില്ല. അതൊന്ന് അടിച്ചെടുത്ത ജ്യൂസ് റെഡിയായി. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് പകരുക. തണുത്ത ജ്യൂസ് സ്വാദോടെ കുടിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസിൻ്റെ കാര്യം പറയാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.